ഹായ് ഓൾ, വെൽക്കം ബാക്ക് ടു ഫാബുലസ് ലൈഫ്. Q&Aയുടെ അടുത്ത പാർട്ടുമായിട്ടാണ് ഞാൻ വന്നിരിക്കുന്നത്. നമ്മുടെ Q&A ഒരു നോർമൽ Q&A ആയിട്ട് കാണാനേ പറ്റില്ല അല്ലേ? ഒരു സെൽഫ് ഹെൽപ്പ് Q&A ആയിട്ട് തന്നെ നമുക്ക് പറയേണ്ടി വരും. കാരണം അത്രയും ക്വസ്റ്റ്യൻസ് ആണ് ലൈഫുമായിട്ട് ബന്ധപ്പെട്ട് വന്നുകൊണ്ടിരിക്കുന്നത്. ഇപ്പോഴും ഒരുപാട് പേര് നമ്മുടെ കമ്മ്യൂണിറ്റി ടാബിൽ ക്വസ്റ്റ്യൻസ് പോസ്റ്റ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഏതായാലും അടുത്ത ചോദ്യത്തിലേക്ക് കിടക്കാം. ആദ്യത്തെ ചോദ്യം ഫസിയാണ്. കുറേ ഡ്രീംസ് ആൻഡ് ഗോൾസ് ഉണ്ട് എൻ്റെ ലൈഫിൽ, ബട്ട് എങ്ങനെ ഒരു ചേഞ്ച് കൊണ്ടുവന്ന് ആ ഡ്രീംസ് അച്ചീവ് ചെയ്യാം എന്നറിയില്ല. അതായത് എങ്ങനെ ചേഞ്ച് ആയാലാണ് ലൈഫിൽ മാറ്റങ്ങൾ വരിക. ഇതിൽ ഗോൾസ് അച്ചീവ് ചെയ്യാനുള്ള ആദ്യത്തെ സ്റ്റെപ്പ് എന്ന് പറയുന്നത് സ്വപ്നം കാണൽ തന്നെയാണ്. രണ്ടാമത്തെ കാര്യം ആ സ്വപ്നത്തിൽ വിശ്വസിക്കുക എന്നുള്ളതാണ്. പിന്നെ ഗോൾ സെറ്റ് ചെയ്യണം. ഡെയിലി ഗോള്, വീക്ക്ലി ഗോള്, മന്ത്ലി ഗോള്, അങ്ങനെ ഒരു 5 വർഷത്തേക്ക് 10 വർഷത്തേക്കൊക്കെ നമുക്ക് ഗോൾ സെറ്റ് ചെയ്യാൻ പറ്റും. ഗോൾ സെറ്റ് ചെയ്താൽ പിന്നെ ആ ഗോളിൽ വർക്ക് ചെയ്യുക എന്നുള്ളതാണ് നമ്മുടെ ജോലി. ആ ഗോളിലേക്ക് എത്തിപ്പെടാൻ, ആ ഒരു ലക്ഷ്യത്തിലേക്ക് എത്തിപ്പെടാൻ വേണ്ട കാര്യങ്ങളൊക്കെ നമ്മൾ ചെയ്യുക. ഈ ലക്ഷ്യത്തിലേക്കുള്ള യാത്ര തുടങ്ങിയാലാണെങ്കിൽ ഇൻസെക്യൂരിറ്റീസ്, ഫിയർ, അതുപോലെ സെൽഫ് ഡൗട്ട്, ഇതൊക്കെ നോർമലാണ്. എനിക്ക് ചെയ്യാൻ പറ്റുമോ? എൻ്റെ ലക്ഷ്യത്തിൽ ഞാൻ എത്തുമോ? അല്ലെങ്കിൽ എന്നെക്കൊണ്ട് പറ്റുന്ന കാര്യമാണോ ഞാൻ ഏറ്റെടുത്തിരിക്കുന്നത്? ഇങ്ങനെയുള്ള ചോദ്യങ്ങളൊക്കെ നമ്മളോട് ചോദിക്കാൻ തുടങ്ങും. അതൊക്കെ നോർമലായിട്ട് കണ്ടാൽ മതി. അതുപോലെ തന്നെ റോഡ് ബ്ലോക്സും നോർമലാണ്. ഒരുപാട് തടസ്സങ്ങൾ വരും. നമ്മളൊരു ലക്ഷ്യമായിട്ട് മുന്നോട്ടിറങ്ങിയാൽ ഒരുപാട് തടസ്സങ്ങൾ വരും. അതും നോർമലായിട്ട് കണ്ടാൽ മതി. അസുഖങ്ങളായിട്ടോ അല്ലെങ്കിൽ മറ്റുള്ള ആവശ്യങ്ങളായിട്ട് നമുക്കൊരുപാട് തടസ്സങ്ങൾ നമ്മൾ ഉദ്ദേശിച്ച പോലെ ചെയ്യാൻ പറ്റാതെയാവും. പക്ഷേ അതും നോർമലായിട്ട് കണ്ട് മുന്നോട്ടേക്ക് തന്നെ നടന്നാൽ തീർച്ചയായും നമുക്ക് നമ്മുടെ ലക്ഷ്യത്തിലെത്താൻ പറ്റും. അടുത്ത ചോദ്യം ഫസ്ലയാണ്. നമുക്ക് വേണ്ടപ്പെട്ടവർ നമ്മളെ അവോയ്ഡ് ചെയ്താൽ ആ സിറ്റുവേഷൻ എങ്ങനെ ഫേസ് ചെയ്യാം? അവോയ്ഡ് ചെയ്യുന്ന ആൾക്കാരോട് ഓപ്പണായിട്ട് ചോദിക്കാം എന്ത് പറ്റിയെന്ന്. അതായത് എന്നെ ഒഴിവാക്കുന്നതായി തോന്നി, അല്ലെങ്കിൽ ദൂരം വന്നതുപോലെ തോന്നി, അല്ലെങ്കിൽ എന്തോ ഒരു അകലം ഫീൽ ചെയ്തു എന്ന രീതിയിൽ അവോയ്ഡ് ചെയ്തത് ആരാണെങ്കിലും അവരോട് ഓപ്പണായിട്ട് ചോദിക്കാം. ഇനി അവരോട് സംസാരിക്കാൻ തുടങ്ങിയാൽ അവർ പരാതികൾ പറയുകയാണെങ്കിൽ അത് കേട്ടിരിക്കുക. അതിനിടയിൽ കയറി സംസാരിക്കാതെ അവർ പറയുന്നത് എന്താണെന്ന് കേട്ടിരിക്കുക. നിങ്ങളുടെ ഭാഗത്തു നിന്ന് എന്തെങ്കിലും തെറ്റ് വന്നതായിട്ട് അവർ ചൂണ്ടിക്കാണിക്കുകയാണെങ്കിൽ അതിന് ക്ഷമ ചോദിക്കാം. ഇനി ഇങ്ങനെയൊന്നും സംഭവിച്ചിട്ടില്ല, അവരുടെ ഒരു സ്ഥിരം പരിപാടിയാണ് ഈ അവോയ്ഡ് ചെയ്യുന്നതെങ്കിൽ അവരങ്ങ് വിട്ടേക്കുക. നിങ്ങൾ നിങ്ങളുടെ കാര്യത്തിൽ മാത്രം ഫോക്കസ് കൊടുക്കുക. മറ്റൊരാളുടെ സ്വഭാവം, പെരുമാറ്റമൊക്കെ കൊണ്ട് നിങ്ങളുടെ ദിവസങ്ങളെ നിങ്ങൾ കളയാതിരിക്കുക. അടുത്ത ചോദ്യം ചോദിച്ചിരിക്കുന്നത് മൈസൂർ വൈബ് എന്ന് പറയുന്ന അക്കൗണ്ടിൽ നിന്നാണ്. ഒരു വീട്ടിൽ ഒന്നിച്ചു നിൽക്കുന്നവർ നമ്മുടെ കൂടെ നല്ല ബിഹേവ് ചെയ്യുന്നില്ല. അങ്ങനെയുള്ള ആളുകളുടെ കൂടെ ജീവിച്ചു പോരണോ അതോ വേറെ വല്ല ഓപ്ഷനും ചൂസ് ചെയ്യണോ? നിൽക്കണം എന്നാണെങ്കിൽ എന്താണ് എനിക്ക് തരാനുള്ള നല്ല അഡ്വൈസ് ഒന്ന് പറയാമോ? നല്ല രീതിയിൽ പെരുമാറാത്ത ആൾക്കാരുടെ കൂടെ താമസിക്കുമ്പോൾ അത് നിങ്ങളുടെ മെൻ്റൽ ഹെൽത്തിനെ ബാധിക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് മറ്റുള്ള ഓപ്ഷൻസ് ചൂസ് ചെയ്യാം. മാറി താമസിക്കാൻ പറ്റുമെങ്കിൽ മാറി താമസിക്കാം. നിങ്ങളുടെ മെൻ്റൽ ഹെൽത്തിന് നിങ്ങൾ പ്രയോറിറ്റി കൊടുക്കുക. അടുത്ത ചോദ്യം ചോദിച്ചിരിക്കുന്നത് ഷറഫു ഷാസ് എന്ന് പറയുന്ന അക്കൗണ്ടിൽ നിന്നാണ്. അയിനത്ത, നിങ്ങളെ ഇത്രയും വലിയ മാറ്റത്തിന് വഴിയൊരുക്കിയ സാഹചര്യം എന്തായിരുന്നു? പ്ലീസ് റിപ്ലൈ. ഒരുപാട് സ്നേഹത്തോടെയാണ് ഈ ചോദ്യം ചോദിച്ചിരിക്കുന്നത്. ഒരുപാട് ഹാർട്ടും ഫ്ലവേഴ്സും ഒക്കെ വെച്ചിട്ടാണ് ഈ ഒരു ചോദ്യം ചോദിച്ചിരിക്കുന്നത്. നിങ്ങളെ ഓരോരുത്തരെയും പോലെ എൻ്റെ പ്രശ്നങ്ങൾ തന്നെയായിരുന്നു എൻ്റെ മാറ്റത്തിന് വഴിയൊരുക്കിയത്. കാരണം എനിക്ക് പ്രശ്നങ്ങളുള്ളത് കൊണ്ടാണ് ഞാൻ മാറാൻ തയ്യാറായത്, അല്ലെങ്കിൽ മാറ്റം വേണം എന്നാഗ്രഹിച്ചത്. എൻ്റെ ചുറ്റും ഒരുപാട് പ്രശ്നങ്ങളുണ്ടായിരുന്നു. എനിക്ക് പക്വത ഇല്ലാത്തത് കൊണ്ടും പിന്നെ ചുറ്റുമുള്ള ആൾക്കാർക്ക് അവരുടെ പ്രായത്തിനനുസരിച്ചുള്ള വിവരം അല്ലെങ്കിൽ പക്വത ഒന്നും ഇല്ലാത്തത് കൊണ്ടും ഒരുപാട് പ്രശ്നങ്ങൾ ഞാൻ ഫേസ് ചെയ്തിട്ടുണ്ട്. അത് കുടുംബക്കാർ, ഫ്രണ്ട്സ്, അയൽവാസികൾ, അങ്ങനെ. പിന്നെ അതിലേക്ക് തന്നെയായിരുന്നു ഫുൾ ശ്രദ്ധയും. നമുക്ക് നമ്മളെ നന്നാക്കിയെടുക്കുക എന്ന് പറയുന്നത് അത്ര എളുപ്പമുള്ള കാര്യമൊന്നുമല്ല. ഞാനിപ്പോൾ ഏകദേശം 5 വർഷം തന്നെ ആയിട്ടുണ്ട് ഇതിങ്ങനെ ട്രൈ ചെയ്തുകൊണ്ടേ ഇരിക്കുന്നു. ഓരോ കാര്യങ്ങളും ഒരുപാട് മാറ്റങ്ങൾ ലൈഫിൽ വന്നിട്ടുണ്ട്. പക്ഷേ ഇനിയും മാറാൻ ഒരുപാട് കാര്യങ്ങളുണ്ട്. ഞാനും നിങ്ങളെപ്പോലെ തന്നെ യാത്രയിലാണ്, സ്വന്തത്തെ കൂടുതൽ മൊഞ്ചാക്കാനുള്ള യാത്രയിൽ. അടുത്ത ചോദ്യം ചോദിച്ചിരിക്കുന്നത് ഉഷ. എല്ലാം കേൾക്കും, പക്ഷേ ഒരു സ്റ്റെപ്പ് പോലും മുന്നോട്ട് വെച്ച് നന്നാവാൻ സാധിക്കുന്നില്ല. എൻ്റെ നെഗറ്റിവിറ്റി എന്നിൽ നിന്നും വിട്ടുപോകാൻ എന്തു ചെയ്യണം? ഏത് കാര്യത്തിലാണോ അല്ലെങ്കിൽ നിങ്ങളുടെ ലൈഫിൻ്റെ ഏത് ഏരിയയിലാണോ നിങ്ങൾക്ക് നെഗറ്റിവിറ്റി കൂടുതലുള്ളത്, ആ കാര്യം എന്താണെങ്കിലും നിങ്ങളുടെ മൈൻഡ് സെറ്റ് എന്താണെന്ന് അത് പേപ്പറിലേക്ക് എഴുതുക. നിങ്ങളുടെ തോന്നൽ എന്താണ് അല്ലെങ്കിൽ നിങ്ങളുടെ ചിന്തകൾ എന്താണ് എന്ന് ഒരു പേപ്പറിലേക്ക് എഴുതുക. അതിൻ്റെ തൊട്ട് താഴെയായിട്ട് ഒരു നെഗറ്റിവിറ്റിക്കും വിട്ടുകൊടുക്കാനുള്ളതല്ല എൻ്റെ ജീവിതം, ഞാൻ മാറാൻ തയ്യാറാണ് അല്ലെങ്കിൽ ഞാൻ മാറ്റത്തിന് തയ്യാറാണ് എന്ന് കൂടി അതിൻ്റെ തൊട്ട് താഴെയായിട്ട് എഴുതി ചേർക്കുക. ഈ 2 കാര്യങ്ങളും എഴുതി കഴിഞ്ഞാൽ പിന്നെ അതിൻ്റെ തൊട്ട് താഴെയായിട്ട് എന്താണോ നെഗറ്റീവായിട്ട് എഴുതിയത് അതിൻ്റെ നേരെ ഓപ്പോസിറ്റ് പോസിറ്റീവായിട്ടുള്ള കാര്യങ്ങൾ എഴുതി വെക്കുക. എക്സാമ്പിളായിട്ട് പറയുകയാണെങ്കിൽ, എൻ്റെ ജോലി എനിക്ക് വളരെ ഹെവിയാണ് എന്നൊരു തോന്നലാണ് നിങ്ങൾക്കുള്ളതെങ്കിൽ, അല്ലെങ്കിൽ എല്ലാവരെയും പോലെ സ്മൂത്തായിട്ട് എൻ്റെ കാര്യങ്ങൾ പോകുന്നില്ല എന്നാണ് നിങ്ങൾക്ക് തോന്നുന്നെങ്കിൽ, നിങ്ങൾക്ക് അതിൻ്റെ നേരെ ഓപ്പോസിറ്റായിട്ട് എൻ്റെ ജോലി എനിക്ക് വളരെ എക്സൈറ്റിംഗ് ആണ്, ഐ എം എക്സൈറ്റഡ് ടു ഡു മൈ വർക്ക്സ് എന്ന് എഴുതാം.
ഇനി നിങ്ങളുടെ ജീവിതത്തിൻ്റെ കാര്യത്തിൽ വളരെ കഷ്ടപ്പാടാണ് എന്നുള്ള തോന്നലാണെങ്കിൽ എൻ്റെ ലൈഫ് വളരെ സ്മൂത്തായിട്ട് പോയിക്കൊണ്ടിരിക്കുന്നു എന്ന് നിങ്ങൾക്ക് എഴുതാം. നിങ്ങളുടെ മൈൻഡ് സെറ്റാണ് എല്ലാം, നിങ്ങളുടെ ചിന്തകളാണ് എല്ലാം. നിങ്ങളുടെ ചിന്തകളിൽ ആദ്യം മാറ്റം വരുത്തുക. തീർച്ചയായും നിങ്ങളുടെ ലൈഫിലും മാറ്റങ്ങൾ വരും. എൻ്റെ നെഗറ്റിവിറ്റി എന്നെ വിട്ട് പോകുന്നില്ല എന്നുള്ളത് ഒരു ചിന്തയാണ് അല്ലേ? ആ ചിന്തയെ റീപ്ലേസ് ചെയ്യുക, പോസിറ്റീവായിട്ടുള്ള കാര്യം കൊണ്ട് റീപ്ലേസ് ചെയ്യുക. ഞാൻ വളരെ പോസിറ്റീവാണ് എന്ന് ചിന്തിക്കാം. ഞാൻ നെഗറ്റീവാണ്, എൻ്റെ സാഹചര്യങ്ങൾ നെഗറ്റീവാണ്, എൻ്റെ ചുറ്റുമുള്ള ആൾക്കാർ നെഗറ്റീവാണ് എന്ന തോട്ട്സ് വരുന്ന സമയത്ത് നിങ്ങൾക്കിതിനെയൊക്കെ റീപ്ലേസ് ചെയ്ത് നിങ്ങളുടെ മൈൻഡ് സെറ്റിൽ ആദ്യം മാറ്റം കൊണ്ടുവരാം. നമ്മുടെ മൈൻഡ് സെറ്റാണ് നമ്മുടെ ലൈഫ്. എൻ്റെ മൈൻഡ് സെറ്റാണ് ഞാനിപ്പോൾ ജീവിച്ചുകൊണ്ടിരിക്കുന്ന എൻ്റെ ലൈഫ്. അടുത്ത ചോദ്യം ചോദിച്ചിരിക്കുന്നത് സീഷാൻ സാറ എന്ന് പറയുന്ന അക്കൗണ്ടിൽ നിന്നാണ്. യു ആർ ഗ്രേറ്റ്, താങ്ക് യു സോ മച്ച്. യുവർ ഏജ് പ്ലീസ്. എനിക്ക് 28 വയസ്സാണ് കേട്ടോ. അടുത്ത ചോദ്യം തനു ആണ്. കുക്കിംഗ് മടിയുള്ളവർക്ക് വേണ്ടി ഉള്ള ടിപ്സ് പറയാമോ? കുക്കിംഗ് ഇഷ്ടപ്പെടാതിരിക്കാൻ എന്തെങ്കിലും കാരണം ഉണ്ടാവും. കുക്കിംഗ് എന്നല്ല, ഏത് ജോലിയാണെങ്കിലും നമുക്ക് ഇഷ്ടക്കുറവ് വരാൻ എന്തെങ്കിലും ഒരു കാരണം ഉണ്ടാവും. മേ ബി ഒരുപാട് സമയം വേസ്റ്റ് ആവുന്നു എന്നുള്ള തോന്നലായിരിക്കാം, അല്ലെങ്കിൽ ടേസ്റ്റ് ഉണ്ടാവില്ല എന്ന പേടിയായിരിക്കാം. ആദ്യം നിങ്ങളുടെ മനസ്സിലുള്ള ആ ഒരു കാരണം കണ്ടുപിടിക്കുക. എന്താണോ നിങ്ങളുടെ മനസ്സിലുള്ള ചിന്ത അത് കണ്ടുപിടിക്കുക. അതിലാണ് പിന്നീട് വർക്ക് ചെയ്യേണ്ടത്. നിങ്ങൾ കുക്കിങ്ങിലേക്ക് ഇറങ്ങുന്ന സമയത്ത് മൈൻഡ്ഫുൾ ആയിട്ടിരിക്കുക, മനസ്സറിഞ്ഞ് ചെയ്യാൻ നോക്കുക. കിച്ചണിലേക്ക് പോകുന്നത്, കിച്ചണിലേക്ക് കാലെടുത്ത് വെക്കുന്നത്, ഫ്രിഡ്ജ് തുറന്ന സാധനങ്ങൾ എടുക്കുന്നത്, നിങ്ങളുടെ പാത്രം എടുക്കുന്നത്, കട്ടിംഗ് ബോർഡ് എടുക്കുന്നത്, അതിലേക്ക് ഓരോ സാധനങ്ങളും വെച്ച് അരിഞ്ഞെടുക്കുന്നത്, ഇങ്ങനെ ഓരോന്നും അതിൻ്റെ കളറ്, അതിൻ്റെ ടെക്സ്ചർ, ഇങ്ങനെ ഓരോന്നിലേക്കും നിങ്ങൾ നിങ്ങളുടെ ശ്രദ്ധ കൊടുക്കുക. ഒരു ഫുഡ് കുക്ക് ചെയ്തെടുക്കുക എന്ന് പറയുമ്പോൾ എളുപ്പത്തിലാവുന്നൊരു സംഗതിയല്ല അല്ലേ? ചില കാര്യങ്ങൾ ഒരുപാട് സമയമെടുക്കും. അപ്പോൾ ആ ഒരു പ്രോസസ്സിനെ എന്ത് ചെയ്യുക, സ്നേഹിക്കുക. ആ ഒരു പ്രോസസ്സിനോട്, ആ ലോങ് ആയിട്ടുള്ള പ്രോസസ്സിനോട് സ്നേഹം തോന്നാനാണ് ഈ ചെയ്ത് വരുമ്പോൾ ആ ഒരു സമയം അതിനോട് സ്നേഹം തോന്നാനാണ് മൈൻഡ്ഫുള്ളായിട്ടിരിക്കാൻ പറഞ്ഞത്. ഇനി സ്നേഹം തോന്നുന്നില്ല, എത്ര തന്നെ ഇഷ്ടപ്പെടാൻ നോക്കിയാലും ഇഷ്ടപ്പെടാൻ പറ്റുന്നില്ല എന്നാണെങ്കിൽ അറ്റ്ലീസ്റ്റ് അവിടെ ക്ഷമ കൊണ്ടുവരിക. നമ്മൾ എത്രയോ കാര്യങ്ങൾ, നമുക്കിഷ്ടമല്ലാത്ത കാര്യങ്ങൾ ക്ഷമയോടെ ചെയ്യുന്നുണ്ടല്ലേ? ആ ഒരു ക്ഷമ ഇവിടെയും കൊണ്ടുവരാൻ വേണ്ടി ശ്രമിക്കുക. പിന്നെ വേറൊരു സൂത്രമുള്ളത്, കുക്കിംഗ് ഇഷ്ടമുള്ള ആൾക്കാരോട് കുക്കിംഗ് എന്ന് പറഞ്ഞാൽ അവരുടെ ചിന്തകൾ എന്താണെന്ന് അവരോട് നേരിട്ട് ചോദിക്കാം. ഇപ്പോൾ എനിക്ക് കുക്കിങ്ങിനോട് അത്ര താല്പര്യമുള്ള ഒരാളല്ല, പക്ഷേ എൻ്റെ ഉമ്മ നന്നായിട്ട് കുക്ക് ചെയ്യുന്ന ആളാണ്. അപ്പോൾ ഞാൻ എൻ്റെ ഉമ്മയോട് ചോദിച്ചിട്ടുണ്ട് കുക്കിംഗ് എന്ന് പറയുമ്പോൾ ഉമ്മാൻ്റെ മനസ്സിലുള്ള ചിന്തകൾ എന്തൊക്കെയാണെന്ന്. അപ്പോൾ ഉമ്മ പറഞ്ഞത് അത് എക്സൈറ്റിംഗ് ആണ്, അത് നല്ല രസമാണ്, അത് ഒരു ഭക്ഷണം ഉണ്ടാക്കി അതെല്ലാവർക്കും സെർവ് ചെയ്യുമ്പോൾ അവരുടെ മുഖത്തുണ്ടാവുന്ന ആ ഒരു സന്തോഷം അത് കാണാൻ നല്ല ഭംഗിയാണ് എന്നൊക്കെയാണ് ഉമ്മ പറഞ്ഞത്. അപ്പോൾ എൻ്റെ ഉമ്മയുടെ ചിന്തയിൽ ഫുഡ് ഉണ്ടാക്കുക എന്ന് പറയുന്ന ആ ഒരു സംഗതി അത് അത്രയും ഫണ്ണാണ്, എക്സൈറ്റിംഗ് ആണ്, അല്ലെങ്കിൽ ഒരുപാട് സന്തോഷം കൊടുക്കുന്ന ഒരു സംഗതിയാണ്. അത്രത്തോളം ഫണ്ണായിട്ടുള്ള വേറൊരു കാര്യമില്ല എന്നാണ് ഉമ്മ പറയുമ്പോൾ തോന്നുന്നത്. നമുക്ക് കുക്കിങ്ങിനോട് താല്പര്യമില്ലെങ്കിലും ഇതുപോലെ കുക്കിംഗ് ഇഷ്ടപ്പെടുന്നവരോട് അവരുടെ മനസ്സിലെ ചിന്തകൾ ചോദിച്ചാൽ അവർ പറയുന്ന കാര്യങ്ങൾ വെച്ച് നമുക്ക് അഫർമേഷൻസ് ഉണ്ടാക്കാം. കുക്കിംഗ് എന്ന് പറഞ്ഞാൽ എക്സൈറ്റിംഗ് ആണ്, ഫണ്ണാണ്, സമാധാനമാണ്, സന്തോഷമാണ്. ഇങ്ങനെ നമുക്ക് അഫർമേഷൻ ഉണ്ടാക്കാം ഈ ഒരു കുക്കിങ്ങിനെ കുറിച്ച്. അത് നമ്മൾ റിപ്പീറ്റ് ചെയ്യുമ്പോൾ നമ്മൾക്കും അത് തന്നെ ആയി മാറും കുക്കിംഗ് എന്ന് പറഞ്ഞാൽ. ഈ അഫർമേഷൻസ് റിപ്പീറ്റ് ചെയ്യാൻ പറയുന്നത് അവിടെ എന്തെങ്കിലും മാജിക് നടക്കാൻ വേണ്ടിയല്ല, നമ്മുടെ മൈൻഡ് സെറ്റിൽ മാറ്റം വരാൻ വേണ്ടിയാണ്. ഒരു ഇമോഷനും ഇല്ലാതെ കുക്കിംഗ് എക്സൈറ്റിംഗ് ആണ്, കുക്കിംഗ് എക്സൈറ്റിംഗ് ആണ് ആ രീതിയിൽ പറഞ്ഞാൽ ഒരിക്കലും കുക്കിംഗ് എക്സൈറ്റിംഗ് ആവില്ല. അത് പറയുമ്പോൾ തന്നെ കുക്കിംഗ് എക്സൈറ്റിംഗ് ആണ് അല്ലെങ്കിൽ കുക്കിംഗ് ഫണ്ണാണ് എന്ന രീതിയിൽ നമുക്ക് പറയാൻ പറ്റണം. ഫേക്ക് ഇറ്റ് അൺടിൽ യു മേക്ക് ഇറ്റ് എന്ന് പറയാറില്ലേ? അതായത് ആ ഒരു ലെവലിലേക്ക് എത്തുന്നത് വരെ വെറുതെ അഭിനയിക്കുക. നമുക്കിഷ്ടമുള്ളതുപോലെ നമ്മൾ അഭിനയിക്കുക. കുറച്ച് കഴിയുമ്പോൾ ആ അഭിനയം അത് റിയാലിറ്റി ആയി മാറും. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത്. നമ്മുടെ വീഡിയോസിന് ലൈക്സ് നല്ല കുറവാണ്. എല്ലാവരും ഡൗൺലോഡ് ചെയ്ത് വെച്ച് പിന്നീട് കേൾക്കുന്നതുകൊണ്ടാവാം ലൈക്സ് കുറയുന്നത്. അപ്പോൾ ലൈക്ക് ചെയ്യാൻ മറക്കരുത്. ഒരിക്കലും ഞാൻ ലൈക്കിൻ്റെ എണ്ണം നോക്കുന്ന ആളല്ല. ലൈക്ക് ചെയ്യാൻ പറഞ്ഞത് കൂടുതൽ ആൾക്കാരിലേക്ക് ഈ വീഡിയോ എത്താൻ വേണ്ടിയാണ്. നല്ല വീഡിയോ ആണെന്ന് തോന്നിയാൽ മാത്രം ലൈക്ക് ചെയ്താൽ മതി. അതുപോലെ ചാനൽ ആദ്യമായിട്ട് കാണുന്നതാണെങ്കിൽ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ സബ്സ്ക്രൈബ് ചെയ്യാം. മറ്റൊരു കാര്യം പറയാനുള്ളത്, ഇന്നത്തെ വീഡിയോയുടെ ബാക്ക്ഗ്രൗണ്ടിൽ മൊത്തവും ബഹളമായിരിക്കും. കുട്ടികളുടെ കരച്ചിലും കളിയും ഒക്കെ ഉണ്ട്. ഞാൻ കട്ട് ചെയ്തിട്ടില്ല, കാരണം കട്ട് ചെയ്യാനാണെങ്കിൽ എനിക്ക് അതിന് മാത്രമേ സമയം ഉണ്ടാവുള്ളൂ. ഈ ഒരു വോയിസ് എനിക്ക് നിങ്ങളിലേക്ക് എത്തിക്കാൻ പറ്റില്ല. ഞാൻ നാട്ടിലാണുള്ളത്, ഒരേ പ്രായത്തിലുള്ള കുട്ടികളുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ കുട്ടികളുടെ കളിയും കരച്ചിലും ഒന്നും എൻ്റെ കൺട്രോളിലുള്ള കാര്യമല്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ ഒന്ന് ക്ഷമിച്ചേക്കുക. മറ്റൊരു സെൽഫ് ഹെൽപ്പ് Q&Aയുമായി വീണ്ടും കാണാം. അൻറ്റിൽ ദെൻ ബൈ.